കാർഷിക വാർത്തകൾ. മറുനാട്ടിൽ നിന്നുള്ള പഴുത്ത അടയ്ക്കയുടെ വില താഴ്ന്നു തുടങ്ങി. കുട്ടനാടൻ അടയ്ക്ക വിപണിയിലെത്തിയതോടെയാണിത്. കുട്ടനാടൻ അടയ്ക്ക വിപണിയിലെത്തിയതോടെ സംസ്ഥാനത്തെ അടയ്ക്കയ്ക്ക് വില കുറഞ്ഞു. അടയ്ക്ക ഒന്നിന് 13 രൂപയിൽ നിന്ന് 9 രൂപയായാണ് കുറഞ്ഞത്. കുട്ടനാട് കൈനഗിരി പഞ്ചായത്തിലെ ആർ ബ്ലോക്കിൽ നിന്നുള്ള അടയ്ക്കയാണ് പ്രധാനമായും വിപണിയിലെത്തിയത്. 1500 ഏക്കറിലാണ് ആർ ബ്ലോക്കിലെ കൃഷി. കായലിലെ എക്കൽ കയറി വളക്കൂറുള്ള മണ്ണിൽ 1.5 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങുന്ന കമുകിലെ അടയ്ക്കയ്ക്കാണ് പുതിയ വിപണി ലഭിച്ചത്. നാടൻ പാക്കിനേക്കാൾ വലിപ്പമുണ്ട്. 25 ഏക്കറിൽ തെങ്ങും കവുങ്ങും ഇടവിളയായി വാഴയും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. ചന്തയിലേക്ക് നാടൻ അടയ്ക്കയുടെ വരവ് കുറഞ്ഞതോടെയാണ് വില ഉയർന്നത്. മംഗളൂരു, മേട്ടുപ്പാളയം, സത്യമംഗലം, ആനമല, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലെ അടയ്ക്കയാണ് സീസണില്ലാത്ത സമയങ്ങളിൽ വിപണിയിലെത്തിയിരുന്നത്. ഇപ്പോൾ മേട്ടുപ്പാളയം, കോഴിക്കോടൻ അടയ്ക്കയും വിപണിയിലുണ്ട്. ഇതിൽ മേട്ടുപ്പാളയം അടയ്ക്കയ്ക്കാണ് ആവശ്യക്കാർ കൂടുതൽ. ഇതിന് വിലയും കൂടുതലാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അമേരിക്കൻ താരിഫിന്റെ സാഹചര്യത്തിൽ ചെമ്മീൻ കയറ്റുമതിക്ക് കൂടുതൽ ധനസഹായം ആവശ്യമെന്ന് ഇന്ത്യൻ സീ ഫുഡ് എക്സ്പോർട്ട് അസോസിയേഷൻ. US താരിഫ് കാരണം US-ലേക്കുള്ള $2 ബില്യൺ ചെമ്മീൻ കയറ്റുമതി ഗുരുതരമായ തടസ്സങ്ങൾ നേരിടുന്നതിനാൽ അടിയന്തര സാമ്പത്തിക സഹായം തേടി ഇന്ത്യൻ സീ ഫുഡ് എക്സ്പോർട്ട് അസോസിയേഷൻ വാണിജ്യധനകാര്യ മന്ത്രാലയങ്ങളെ സമീപിച്ചു. പലിശ ഇളവും 240 ദിവസത്തെ മൊറട്ടോറിയം ഉൾപ്പെടെ സർക്കാർ ധനസഹായം വഴി പ്രവർത്തന മൂലധനത്തിൽ 30% വർധനവ് അസോസിയേഷൻ അഭ്യർത്ഥിച്ചു. 2024 ഇന്ത്യ US-ലേക്ക് $2.8 ബില്യൺ ചെമ്മീൻ കയറ്റുമതി ചെയ്തു. ഈ വർഷം ഇതുവരെ $500 ബില്യൺ, 20 മുതൽ 30% മാത്രം US താരിഫ് ചുമത്തുന്ന ചൈന, വിയറ്റ്നാം, തായ്ലാന്റ് എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ തീരുവകൾ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളെ മത്സരക്ഷമതയിൽ ഗണ്യമായി കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. കയറ്റുമതിക്ക് പുതിയ 5 വിപണികൾ കണ്ടെത്തേണ്ടി വരുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രകൃതി ദുരന്തങ്ങൾക്കിരയായ 30 ലക്ഷം കർഷകർക്ക് കൂടി വിള ഇൻഷുറൻസ് നൽകാൻ കേന്ദ്ര സർക്കാർ. ഇതിനായി 3200 കോടി രൂപ അനുവദിച്ചു. കർഷകർക്ക് നൽകുന്ന ആദ്യ ഗഡുവാണിത്. 8000 കോടി രൂപ പിന്നീട് അനുവദിക്കുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. ദുരന്തബാധിതരായ കർഷകർക്ക് കൃത്യസമയത്ത് തുക നിക്ഷേപിക്കാത്ത ഇൻഷുറൻസ് കമ്പനികൾക്ക് 12% പലിശ പിഴ ഈടാക്കുമെന്നും അത് കർഷകർക്ക് നേരിട്ട് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന വിളനാശത്തിന് സമഗ്രമായ ഒരു പ്രതിരോധം തീർക്കുന്നതാണ് നിലവിലെ ഫസൽ ഭീമാ യോജന. ഈ സംരക്ഷണം കർഷകരുടെ വരുമാനം സ്ഥിരപ്പെടുത്തുക മാത്രമല്ല, നൂതന രീതികൾ അവലംബിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പദ്ധതിയിലേക്ക് ഈ മാസം 14 വരെ അപേക്ഷിക്കാം. ഇൻഷുർ ചെയ്ത തുകയുടെ പരമാവധി 25% വരെ നഷ്ടപരിഹാരത്തിന് ഈ കർഷകർ അർഹരാകും. ഓൺലൈൻ അപേക്ഷ നൽകാൻ www.pmfby.gov.in രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഫാർമേഴ്സ് കോർണറിൽ കയറി വിള ഇൻഷുറൻസിന് നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ കേന്ദ്ര മന്ത്രിസഭ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയും പുനഃക്രമീകരിച്ച കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയും 2025-26 വരെ തുടരാൻ അംഗീകാരം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ക്ഷീരസംഘങ്ങളിൽ പരിഷ്കാരവുമായി കേന്ദ്ര സർക്കാർ. ക്ഷീരസംഘത്തിന്റെ പ്രവർത്തന പരിധി ഒരു വില്ലേജാക്കും. സംസ്ഥാനങ്ങളിലെ ക്ഷീരസഹകരണ സംഘങ്ങളിലെ പ്രവർത്തനം പരിഷ്കരിക്കുന്നു. ക്ഷീരസംഘത്തിലെ പ്രവർത്തന പരിധി ഒരു വില്ലേജാക്കി മാറ്റാനും ഫാം തുടങ്ങുന്നതടക്കമുള്ള എല്ലാ കാർഷിക പ്രവർത്തനങ്ങളും ഈ സംഘത്തിന് ഏറ്റെടുക്കാനും കഴിയും വിധമാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ബാങ്കിംഗ് സേവനം നൽകുന്നതിനും അംഗങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നതിനും അനുമതി നൽകുന്നുണ്ട്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെയും നബാർഡിന്റെയും പദ്ധതികൾ പുതിയ ബൈലോ അനുസരിച്ചായിരിക്കുമെന്നാണ് സൂചന. അതിനാൽ കേന്ദ്ര വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് ഈ പദ്ധതികളുടെ സാമ്പത്തിക സഹായം മുടങ്ങാനും സാധ്യതയേറെയാണ്. രാജ്യത്തെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെയും ഫിഷറി സംഘങ്ങളുടെയും പ്രവർത്തനം ഏകീകരിക്കാനുള്ള മോഡൽ ബൈലോ കേന്ദ്രം തയ്യാറാക്കിയിരുന്നു. കാർഷിക സംഘങ്ങൾ കേരളത്തിൽ പ്രാഥമിക സഹകരണ ബാങ്കുകളായാണ് പ്രവർത്തിക്കുന്നത്. ഇവയ്ക്ക് കേന്ദ്ര സർക്കാർ പ്രവർത്തന രീതി നിശ്ചയിക്കുന്നത് ഫെഡറൽ തത്വത്തിന്റെ ലംഘനമാണെന്നാണ് കേരളത്തിന്റെ വാദം. അതിനാൽ പരിഷ്കാരങ്ങൾ കേരളം അംഗീകരിച്ചിട്ടില്ല. പിന്നാലെയാണ് ക്ഷീരസഹകരണ സംഘങ്ങളിലേക്കും കേന്ദ്രത്തിന്റെ പരിഷ്കാരം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്ത് ഏലം വിളവെടുപ്പ് ഊർജിതമായി. ആവശ്യക്കാർ കുറഞ്ഞത് റബ്ബർ വിലയിൽ ഇടിവുണ്ടാക്കി. നാളികേര വിപണിയിൽ വിലയിടിവിൽ. ഏലം വിളവെടുപ്പ് ഊർജിതമായി. ലേലകേന്ദ്രങ്ങളിൽ ചരക്കുവരവ് ശക്തമാകുമെന്ന നിഗമനത്തിലാണ് ആഭ്യന്തര വിദേശ വാങ്ങലുകാർ. ഓണ ഡിമാൻഡ് മുന്നിൽ കണ്ട് പ്രാദേശിക വിപണിയിൽ നിന്നും ഏലത്തിന് ആവശ്യക്കാരുണ്ട്. അന്തർ സംസ്ഥാന വാങ്ങലുകാർ ശരാശരി ഇനങ്ങൾ കിലോ 2489 രൂപയ്ക്ക് വാങ്ങി. മികച്ച ഇനങ്ങൾ കിലോ 2887 രൂപയിൽ കൈമാറി. അറബ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതിക്ക് ചരക്ക് സംഭരണം പുരോഗമിക്കുന്നു. 19,090 കിലോ ഏലക്കയുടെ ലേലം നടന്നു.
ചിങ്ങം അടുത്തതോടെ സംസ്ഥാനത്ത് കാലാവസ്ഥയിൽ മാറ്റം കണ്ടു തുടങ്ങി. പുതിയ സാഹചര്യത്തിൽ മാസമധ്യത്തോടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗ് ഊർജിതമാകും. ഇതിനിടയിൽ ടയർ വ്യവസായികളിൽ നിന്നുള്ള ആവശ്യം ചുരുങ്ങിയതോടെ കൊച്ചിയിൽ 4ാം ഗ്രേഡ് ഷീറ്റ് വില കിലോ 2 രൂപ കുറഞ്ഞ് 200 രൂപയായി. 5ാം ഗ്രേഡ് 196 രൂപയിൽ കൈമാറി. നാളികേര വിലയിടിവിൽ പരിഭ്രാന്തരായി അയൽ സംസ്ഥാനങ്ങളിലെ ഒരു വിഭാഗം കർഷകർ തിരക്കിട്ട് വിളവെടുപ്പ് തുടങ്ങി. റെക്കോർഡ് വില മോഹിച്ച പലരും കിട്ടുന്ന വിലയ്ക്ക് തേങ്ങ വിറ്റുമാറാനുള്ള നീക്കവുമായി ഒരു വിഭാഗം ഇതിനെ വിലയിരുത്തുന്നു. 2 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ 2325 രൂപയാണ് കിൻഡലിന് ഇടിഞ്ഞത്. വിവിധ ഭാഗങ്ങളിൽ വിളവെടുപ്പിന് കർഷകർ കാണിക്കുന്ന തിടുക്കം കണക്കിലെടുത്താൽ ചിങ്ങത്തിൽ കൂടുതൽ ചരക്ക് വിൽപ്പനയ്ക്കിറങ്ങും. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 100 രൂപ ഇടിഞ്ഞ് 36,600 രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള വാർത്തകൾ. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 201, RSS 5 198, ലാറ്റക്സ് 139, ജാതിക്ക 310, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 790, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിഡ് 69,300, കുരുമുളക് അൺഗാർബിഡ് 67,300, ഏലക്ക 2,400 മുതൽ 2,500 വരെ, വെളിച്ചെണ്ണ 36,600, കൊപ്ര 22,200, ചുക്ക് 22,500.